മോഹൻലാൽ പുറത്ത് മമ്മൂട്ടിക്ക് സ്ഥാനചലനം, കളക്ഷനിൽ സർപ്രൈസ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ കണക്കുകൾ സർപ്രൈസ്. മലയാളത്തിൽ വമ്പൻ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും മുൻനിരയിലില്ലെന്നാണ് കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 മോഹൻലാലിൻ്റെതായി ഇതുവരെ റിലീസ് ഉണ്ടായിരുന്നില്ല, കളക്ഷൻ പട്ടികയിൽ കയറാനായിട്ടില്ല. എന്നാൽ മമ്മൂട്ടിയാകട്ടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സിൽ നിന്ന് 4ാം സ്ഥാനത്താണ് ഉള്ളത്. കേരള ബോക്സ് ഓഫീസ് സർപ്രൈസ് എന്നു വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നാമതായിരിക്കുന്നു എന്നതാണ്. കേരളത്തിൽ 27 കോടിയോളം ചാക്കോച്ചന്റെ ചിത്രം നേടിയിട്ടുണ്ട്. 2025 മലയാള സിനിമയിൽ ആകെ കളക്ഷനിൽ ഒന്നാമതുള്ള രേഖാചിത്രമായിരുന്നു. രേഖാചിത്രം കേരളത്തിൽ നിന്ന് 26.85 കോടി രൂപയാണ് നേടിയത്. ആസിഫ് അലി രേഖാചിത്രം 75 കോടിയിലെ ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട്. ജോഫിൻ ഡി ചാക്കോയാണ് സംവിധാനം. ആസിഫ് അലിക്ക് പുറമെ രേഖാചിത്രം സിനിമയിൽ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഉണ്ണി ലാലു, ജഗദീഷ്, സായികുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, സലി, നിഷാന്ത് സാഗർ, ടി.ജി. രവി, പ്രിയങ്ക നായർ, നന്ദു, സുധികോപ്പ, വിജയ് മേനോൻ തുടങ്ങിയ നിരവധി പേർ വേഷമിട്ടിരുന്നു. 3ാം സ്ഥാനത്ത് പൊന്മാൻ 10.50 കോടിയോടുണ്ട്. മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് 9.60 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. സംവിധായകൻ ഗൗതം വാസുദേവൻ ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. മമ്മൂട്ടിക്കും ഗോകുൽ സുരേഷിനും ഒപ്പം ഡൊമിനിക് സിനിമയിൽ സുഷ്മിത ഭട്ട്, വിജയ് വെങ്കടേഷ്, വിനീത്, വിജയബാബു തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.